കൊന്നിച്ചോ മിനസാൻ നാനോ മിഷന്റെ സീസൺ 2 എപ്പിസോഡ് 24 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നാനോ മിഷന്റെ ഈ ഒരു ആർക്ക്, സൊജാങ്ങിലെ ഈ ഒരു ആർക്കിന്റെ എൻഡിങ്ങിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ക്ലൈമാക്സ് ഫൈറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു കിഡിലിൻ ആർക്ക് ഇവിടെ എൻഡ് ആകാനായിട്ട് പോകുവാണ്. അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടു പേർക്ക് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കാറുണ്ട്. ഒന്നത് നമ്മുടെ അനുഗ്രഹ് ബ്രോ ആണ്. പുള്ളിക്കാരൻ ഇന്നലെ 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. അതുമാത്രമല്ല ഇന്നതേ നിതിൻ കുമാർ ബ്രോയും നമുക്ക് 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. പിന്നെ എൻ്റെ ബാക്കി എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് ആ ഒരു സെയിം ഉള്ള റിക്വസ്റ്റ് തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പം എനിക്ക് എല്ലാ വീഡിയോസിലും 1K ലൈക്ക് വെച്ച് തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഹൈപ്പും കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് നമുക്ക് ഡബിൾ ആയുള്ള ഒരു സപ്പോർട്ടാണ്. സോ ഇപ്പൊ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ചെറിയൊരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ്. ഞാൻ താമസിച്ചോ, അവസാനം നമ്മൾ കണ്ടുമുട്ടിയല്ലേ. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നീ ആ ലെറ്റർ റോളിൽ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെ. പക്ഷെ കേട്ടിട്ട് താങ്കൾക്ക് അതിനെപ്പറ്റി അറിയാമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്തിലുള്ള തിന്മേനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രീമുള്ള കാര്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർ ചെയ്യുകയുണ്ടായി. അതിപ്പോൾ വന്ന് നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ഒരു പ്രശ്നമേ മാറിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ വിളിക്കുന്നത് ദി ബ്ലൂ ഹെവൻ സൊസൈറ്റി എന്നാണ്. പിന്നെ താങ്കളുടെ കൂട്ടത്തിലുള്ള പലരും ഇപ്പോൾ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നത് അവരിൽ നിന്നാണ്. ആൻഡ് താങ്കളുടെ ഓർഡേഴ്സിനെക്കാട്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നതും അത് അവരുടെ ഓർഡറാണ്. നീ എന്താണ് ഈ പറയുന്നത്? ദ ബ്ലൂ ഹെവൻ സൊസൈറ്റിനെ പറ്റി ഞങ്ങൾ കളക്ട് ചെയ്ത എല്ലാ ഇൻഫോർമേഷനും ഇതിനകത്തുണ്ട്. ഹൈറാർക്കി അനുസരിച്ച് ഇതിൻ്റെ അകത്ത് ആൾക്കാരുടെ പേരും ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഫ്യൂ ഹൈറപ്സിനെ താങ്കൾക്ക് എന്തായാലും അറിയാൻ സാധിക്കും. ദി ഹെവൻ മാസ്റ്റർ നാംഗുൻ ഗ്യുൻ. അത് കേട്ടിട്ട് എവിടെയെങ്കിലും അലയൻസ് ലീഡർ താങ്കൾ ആ മാൻഡേറ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ കുൻപെട്ടു താങ്കളപ്പോ അല്ല, ഇതെല്ലാം നീ ഞങ്ങളോട് പറയാനുള്ള കാര്യം ഇവര് മുറിമലൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പേടിയുള്ള കാരണമാണോ? ഹേ, ഒരിക്കലും അല്ല. പകരം ഇവര് സുപ്രീം ഓഫ് ദി സേബറോട്ട് ചേർന്നുകൊണ്ട് ഡാനോ ഫെസ്റ്റിവൽ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്യും. നീ എന്താണ് ഈ പറഞ്ഞത്? പിന്നെ കുറച്ച് മാസ്റ്റേഴ്സ് മരിച്ചാൽ മാത്രം പോരല്ലേ ഇവർക്ക്. അതുകൊണ്ട് ഇവരുറപ്പായിട്ടും പിന്നെ വരാൻ പോകുന്നത് ദി ഓർത്തഡോക്സ് മുറിമലൻസിന്റെ നേരെയായിരിക്കും. ഞാനിവിടേക്ക് വന്നത് ആ ഒരു റീസൺ കൊണ്ടാണ്. നമ്മൾ താമസിച്ചിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വർഷങ്ങളായി എനിമീസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു അലയൻസും ഡിസപ്പിയർ ആകാണ്ട് പോകുന്നു. എന്നാൽ സൊജാങ്ങിൽ വെച്ച് നമ്മുടെ അലയൻസ് നമുക്ക് ആവശ്യമാണ്. ഇവൻ പറയുന്നതൊക്കെ ഞാനൊന്ന് വിശ്വസിക്കണോ, അത് ഇവൻ എന്നെ ടെസ്റ്റ് ചെയ്യുവാണോ? എനിക്കറിയാം ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ മറ്റൊരു ഓഫർ താങ്കൾക്ക് തരാം. എന്ത് ഓഫറോ? ഇവരുടെ പ്ലാൻസ് എല്ലാം നശിപ്പിക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ദേ ഈ നിമിഷം മുതൽ പിന്നെ കാണിക്കുന്നത് അവൻ പറയുന്നതാണ്. അവൻ പറഞ്ഞതെല്ലാം തന്നെ തെറ്റാകണമെന്നായിരുന്നു ഞാൻ ഇത്ര നാളെ കരുതിയിരുന്നത്. അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവൻ പറഞ്ഞതായിരുന്നു സത്യം. മുറിമലൻസിന്റെ ലീഡർ, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? താങ്കൾ ഡിമോണിക് കൾട്ടിന്റെ കൂടെ ചേരുവാണോ? ഇതിന്റെ അർത്ഥം എന്താണ്? നായ അവനാണ് ചോദിക്കുന്നത്. അതുകൊള്ളാം. ഇവിടെയുള്ള എല്ലാരും തന്നെ കൊല്ലാനിട്ട് നോക്കിയ നീയാണോ ഞങ്ങളുടെയൊക്കെ പറയുന്നത്? നീ എനിക്ക് അയച്ച കത്തുകളില്ലേ ഞങ്ങളുടെ അലയൻസ് തകർക്കാനായിട്ട്? അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. നീ എന്താണോ വിചാരിച്ചത്? നിന്റെ കുറച്ച് കത്തുകൾ കണ്ട ഞാൻ അങ്ങോട്ട് പൊട്ടനെ പോലെ ഇരുന്നു പോകുമെന്നോ? ഇത് എന്താണ് ഈ പറയുന്നത്? കത്തുകളോ? നീ വളരെ ചെറിയ പക്ഷെ ലീത്തലുള്ള ഒരു മിസ്റ്റേക്കാണ് ചെയ്തത്. വർഷങ്ങളായിട്ട് ഡിമോണിക് കൾട്ടായിട്ട് പ്രശ്നമാണെങ്കിലും അവരുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഞാൻ പഠിച്ചിരുന്നു. ഞാൻ ഇയോൺ ചിയോൺ, ദി ഡിമോണിക് കൾട്ടിന്റെ ലീഡർ. അവരൊരിക്കലും അവരെ ഡിമോണിക് കൾട്ട് എന്ന് വിശേഷിപ്പിക്കാറില്ല. അവർ അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് ദി ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ട് എന്നാണ്. അപ്പൊ അതാണല്ലേ ഞങ്ങൾ എക്സ്പോസ് ചെയ്തത്. ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ദ സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് ആക്ടിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. മിങ് എംബറിനെ പിന്നെ ഈ ഒരു അലയൻസിനെ എതിരെ വരുന്നത് കൊണ്ട് അതെ, നമ്മൾ എല്ലാവരും ഈ ട്രൈറ്റേഴ്സിനെ ഇന്ന് കൊന്നു കളയും. നാശം. ഇത് പ്രതീക്ഷിച്ച പോലെയല്ല മുന്നിലേക്ക് പോകുന്നത്. മാസ്റ്റർ ഹെവൻ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കൂടുതൽ ആൾക്കാരും ഇനി എന്തായാലും ഇവിടുന്ന് ഒരു തിരിച്ചു പോക്ക് കാണുമെന്ന് തോന്നില്ല. വെച്ച കാലെ മുമ്പിലേക്ക് തന്നെ ഡിമോണിക് കൾട്ടിന്റെ ലീഡറിനെ നമ്മൾ ഇന്ന് കൊല്ലണം. ബ്ലൂ ഹെവൻ സൊസൈറ്റിയില്ല എന്റെ സഹോദരന്മാരെ, നമ്മളിവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ നമുക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇത് ഒരു ചാൻസ് ആണ്. ആ ഈവിലുള്ള ഡിമോണിക് കൾട്ട് ലീഡറിനെ നമ്മൾ ഇന്ന് കൊല്ലാൻ പോകുകയാണ്. എല്ലാരും എന്നെ ഫോളോ ചെയ്യും. ഇത് ബ്ലൂ ഹെവൻ സൊസൈറ്റിക്ക് വേണ്ടിയാണ്. അതെ, ഡിമോണിക് കൾട്ടിനെ നമുക്കിന്ന് കൊല്ലുന്നുണ്ട്. അവരെല്ലാരും ആർത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ കുൻപെട്രേച്ച്. അപ്പോ ഇതായിരുന്നില്ലേ താങ്കളുടെ മനസ്സിലിരിപ്പ്? പക്ഷേ താങ്കളെപ്പോലെ ഒരു ഓർഗനൈസേഷൻ എനിക്ക് ഒരിക്കലും വെച്ച് പുറപ്പെടുവിക്കാൻ സാധിക്കത്തില്ല. പെട്ടെന്നാണ് അവനത് കണ്ടത്.
അല്ല സുങ്ബെക്, നീ എന്താണ് ചെയ്യുന്നത്? നീ ഇവിടേക്ക് വാ. അപ്പോ താങ്കളും ദി സ്ക്വാഡ് ലീഡറിനെ ഹോസ്റ്റേജ് പിടിച്ചവന്റെ കൂടെ നിൽക്കുവാണോ അലയൻസ് ലീഡർ? എന്നോട് ക്ഷമിക്കണം, ഞാനും ദി വൈറ്റ് റിംഗ് സ്ക്വാഡും താങ്കളുടെ ഓർഡേഴ്സ് ഇനി മുതൽ ഫോളോ ചെയ്യുന്നതല്ല. ഞങ്ങൾ ഡിമോണിക്കലിന്റെ ലീഡറിനെ കൊല്ലാൻ പോകുകയാണ്. എന്ത്? താങ്കൾ സുരക്ഷിതയോടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാശം. ദി വൈറ്റ് റിംഗ് സ്ക്വാഡും ഡിമോണിക്കട്ട് ലീഡർ ഇയോൻസിയോൺ, കാര്യങ്ങളൊന്നും നമ്മുടെ വശത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല. താങ്കൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അടുത്ത സെക്കൻഡിൽ അവൻ കഴിഞ്ഞൊടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആ ഗേറ്റ് ക്ലോസ് ആകുകയും ചെയ്തു. എന്ത്? നോർത്തേൺ ഗേറ്റ് ക്ലോസ് ആയോ? അത് നമ്മുടെ പക്കത്തുണ്ടായിരുന്നല്ലേ? കൾട്ടി ലീഡർ, താങ്കൾ എന്താണ് കാണിച്ചത്? അത് ഒരു എസ്കേപ്പ് റൂട്ടായിരുന്നു, പക്ഷെ താങ്കൾ ഇത് കൊള്ളാം. അതെനിക്ക് എന്തായാലും ശരിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്റെ ആവശ്യമായിരുന്നു, പക്ഷെ ഡിമോണിക് കൾട്ടി ലീഡർ നീ തന്നെ അത് ചെയ്തല്ലോ. എന്തായാലും താങ്ക്സ്. നീ എനിക്ക് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആരിവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയാണ്. എന്ത്? എന്താണ് നീ പറയുന്നത്? പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല, ഞാൻ സെൻസ് ചെയ്യുന്ന ഈ ഒരു ഓറ, അവരെല്ലാരും തന്നെ അൾട്ടിമേറ്റ് പീക്കിലാണ്. അതിലുപരി അവർ വോൾസിന്റെ ഔട്ട്സൈഡിലാണ്. പെട്ടെന്നാണ് അവരെല്ലാരും ചാടി അവിടേക്ക് വരുന്നത്. ഡിമോണിക് കൾട്ടിലെ പലരും അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു. ദി ഗാർഡിയൻ പാവലിയനായിട്ട് നിങ്ങൾ ഇത്ര താമസിച്ചാണ് ഇവിടേക്ക് വരുന്നത്. എന്ത്? ദി ഗാർഡിയൻ പാവലിയാണോ? അവർ കൾട്ട് ലീഡറിന്റെ ഡയറക്റ്റ് അഫിലേറ്റുള്ള ആൾക്കാരല്ലേ? പക്ഷെ അവരുടെ എണ്ണം, ആ സമയത്താണ് അവർ 5 പേര് അവിടേക്ക് ചാടി വരുന്നത്. നീ ശരിക്കും മീനാണ്. നീ കൾട്ട് ലീഡറിന്റെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നു, എന്നിട്ടും നീ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡീമൺ ലോഡിന്റെ 6 സോഡ്സ് ആണ്. ഞാൻ മീൻ ഗ്യൂ ദി സെക്കൻഡ് സോഡ് ഡീമൺ ലോഡിനെ വഴങ്ങുന്നു. ഞാൻ ബേഗ്ജി ദി തേർഡ് സോഡ് ഡീമൺ ലോഡിനെ വഴങ്ങുന്നു. ഞാൻ ചാക്സിമ ദി ഫോർത്ത് സോഡ് ഡീമൺ ലോഡിനെ വണങ്ങുന്നു. ഞാൻ ഹോക് ഷാങ്വ 5th സോഡ് ഡീമൺ ലോഡിനെ വണങ്ങുന്നു. ഞാൻ ചാക് തേക്യോം 6th സോഡ് ഞാൻ ഡീമൺ ലോഡിനെ വണങ്ങുന്നു. അവസാനമായി ഈ ഞാൻ കോ വാങ്ചുൽ ഡീമൺ ലോഡിനെ വണങ്ങുകയാണ് ഒരു തവണ കൂടെ. 6 സോഡ്സോ? അപ്പോ ഇത് അവരുടെ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷെ ഇവർ 6 പേരുണ്ടെങ്കിൽ, എന്നാൽ ആ സമയത്ത് അവൻ വീണ്ടും ഒന്ന് ഞെട്ടി. അവൻ മാത്രമല്ല, നമ്മുടെ മുറിമലൻസിന്റെ ലീഡറും ഞെട്ടി. ആ ഒരു ഓറ, അതാർട്ടിയാണ്? ആ ഒരു ശക്തരായ ഒരാൾ ഇവിടേക്ക്. പിന്നെ കാണിക്കുന്നത് ദി അൺഡ്രൈബിൾ സോഡിനെയാണ്. അവനെ കണ്ടപ്പോ എല്ലാരും അന്തം വിട്ടു നിന്ന്. ആ കാണുന്നത് വാട്സ്ആപ്പല്ലേ? അല്ല, ആ മനുഷ്യൻ, അവനാണ് ആ 3000 പേരെ കൊന്നത്. 30 വാട്ടർ വേസ് ഉണ്ടായിരുന്നത് 18 ചുരുക്കിയത് അവനാണ്. ദി അൺഡ്രൈബിൾ സോഡ് വാങ് ജിയോൺ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ്? ദി അൺറൈവൽ സോഡ്, വൺ ഓഫ് ദി ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റ്, അവൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ സമയത്താണ് നമ്മുടെ സുപ്രീം സേവറിലെ ഒരുത്തൻ അവനെ കണ്ടപ്പോൾ ശരിക്കും ഇഷ്ടമായത്. ഡീമലോട്, താങ്കൾ പറഞ്ഞു മറക്കി ഞാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ നമ്മുടെ എംബ്രോ യൂണിഫോം ഗാർഡ് എല്ലാരും മുട്ടുമണക്കി. ഞങ്ങൾ ദി ഗ്രേറ്റ് ഹെവലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ ഡീമലോഡിനെ വണങ്ങുന്നു. അവരെല്ലാരും ഉച്ചത്തിലായിരുന്നു അലറിക്കൊണ്ടിരുന്നത്. ഇതെന്തൊരു ശക്തിയാണ്, ഇതെന്തൊരു സൗണ്ടാണ്! എന്തിന് എംബ്രോ യൂണിഫോം ഗാർഡ്സും ബാക്കിയുള്ളവർ എന്തിനാണ് അവനെ വണങ്ങുന്നത്? ഇതെന്തിനാണ്? അല്ല, അപ്പോ അവരെല്ലാവരും തന്നെ ഡിമോണിക് കൾട്ടിന്റെ മെമ്പേഴ്സ് ആണോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേടാ, ഇതെല്ലാം ചെയ്തത് നിങ്ങളാരും ഓടി രക്ഷപ്പെടാതിരിക്കാനാണ്. ഈ സ്ഥലം നിങ്ങളുടെ ശവപ്പറമ്പായി മാറാൻ പോകുകയാണ്. ഞാൻ ഇയോൺസിയോൺ, ദി സെക്കൻഡ് ഹെവലി ഡീമൺ ഓഫ് ദി ഗ്രേറ്റ് ഹെവലി ഡീമൺ ഡിവൈൻ കൾട്ട്, ഇതാ നിങ്ങൾക്കുള്ള ആദ്യത്തെ ഓർഡർ തരുവാണ്. എല്ലാ എനിമീസിനെയും കൊന്നുകളഞ്ഞേക്ക്. ദ ഹെവൻലി ഡീമനോ? അപ്പോ അവൻ പറഞ്ഞത് ആ ഒരു മനുഷ്യനെ പോലെ ഇവൻ നടക്കാൻ പോകുന്നാണോ? ചുരുക്കം പറഞ്ഞാൽ അവനത് ഡിക്ലെയർ അല്ല ചെയ്തത്. അതേപോലത്തെ ഒരു വിക്കലുള്ള പാത്തിൽ കൂടെ ഇവൻ ഡിമോണിക് കൾട്ട് നായകളെ എല്ലാരും കൊന്നു തള്ളുന്നപ്പോഴുണ്ട് അവരെല്ലാരും മുമ്പിലേക്ക് വന്നു. ഈ സമയത്താണ് നമ്മുടെ അൺറൈവൽസോട് പറയുന്നത്, ഇതെന്റെ ആദ്യത്തെ മിഷനാണല്ലേ, ഞാൻ എന്തായാലും അവന്റെ തല നോക്കി തന്നെ പോകാൻ പോകുവാണ്. നാശം, എനിക്കറിയായിരുന്നു നീ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. പെട്ടെന്നാണ് അവൻ ചാടി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. പക്ഷേ സുപ്രീം സേബറിലെ ആ ഒരു കിളവൻ അവനെ വട്ടം വന്ന് ബ്ലോക്ക് ചെയ്തു. ഇത് കണ്ടപ്പോ അവനൊന്ന് ഞെട്ടി. നീ വീക്കറുള്ള പിള്ളേരുടെ പുറകെ പോകുകയാണോ? നിന്റെ അത്ര സ്ട്രോങ്ങിലുള്ള ഒരാളാ മുട്ടി നോക്കടാ. പിന്നെ കാണുന്നത് മാസീവുള്ള ഒരു സ്ട്രൈക്കാണ്. ആ കിളവൻ ഇപ്പൊ എന്നെ വീക്കെന്നല്ലേ വിളിച്ചത്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദി ബ്ലൂ ഹെവൻ സൊസൈറ്റി ആയിട്ട് എത്രയും പെട്ടെന്ന് ഡിമോണിക്കളുടെ ലീഡറിന്റെ കാര്യം നോക്ക്. എനിക്ക് 18 വാട്ടർ ബേസ്, എല്ലാരും എന്നെ ഫോളോ ചെയ്യും. ഇന്ന് ഡിമോണിക് കൾട്ടിനെ നമ്മൾ കൊന്നു തള്ളുന്നതാണ്. ഇതേ സമയത്ത് ഡോക്കെങ്ങും വാങ്ങൂടെയുള്ള ആ ഒരു ഫൈറ്റ് നന്നായിട്ട് തന്നെ മൂക്കുന്നുണ്ടായിരുന്നു. ഒരു ചുള്ളി കഷ്ണം പോലെയല്ല നീ ഇത്ര വലിയ ജയന്റ് സോഡ് യൂസ് ചെയ്യുന്നത്.
അല്ലെങ്കിലും 5 ഗ്രേഡ് മാർഷൽ ആർട്സിൽ നിന്ന് ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? അവന്റെ ഫുട് വർക്ക് അത് ശരിക്കും യൂണിക്കാണ്. എന്റെ ഓരോ അറ്റാക്കും 3 സ്റ്റെപ്പിലാണ് അവൻ അവോയ്ഡ് ചെയ്യുന്നത്. പെട്ടെന്നായിരുന്നു അവനൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത് നമ്മുടെ അൺറൈവൽസിന്റെ കഴുത്തിലേക്ക് എത്തിയത്. പക്ഷെ തന്റെ അടുത്ത സോഡ് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്തിട്ട് നേരെ വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അവർ ആ ഫൈറ്റ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ സ്ട്രൈക്ക് ശരിക്കും പവർഫുൾ ആയിരുന്നു. സുപ്രീം സേബറിലെ ഒരു ഹയറപ്പ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ അവന്റെ മാർഷൽ ആർട്ടിസ്റ്റ് ലെവൽ അത് എന്നോട് സിമിലർ ആണ്. ഇതെന്തായാലും കൊള്ളാം. നിന്നെപ്പോലൊരുത്തൻ ജിങ്ഹോയിലുണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സൊജാങ് വളരെ വലിയൊരു സ്ഥലമാണ്. നീ ദി 5 ഗ്രേഡ് മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാളല്ലേ? പക്ഷേ നീ അത് ആകണമെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് എൻ്റെ അത്രയും സ്ട്രോങ്ങർ ആയിരിക്കണം. അത് കൊള്ളാം. നിനക്ക് അത്ര സ്ട്രോങ്ങർ ആകണമെന്നുണ്ടെങ്കിൽ നിനക്ക് നേരെ ഡീമൺ ലോണിന്റെ നേരെ പോകാൻ മേലായിരുന്നോ? നീ ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഡീമൺ ലോണിന് സ്പെഷ്യൽ ആളൊരു കാര്യം ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നിന്നെ ഞാനായിരിക്കും ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കിളവൻ ഇവനൊരു പാമ്പ് തന്നെയാണ്. എങ്കി വാ, ഞാൻ വാം അപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കാണുന്നത് അവര് സീരിയസ്ലി ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. ഇതേ സമയത്ത് ആ ഒരു ഡിമോണിക്കളുടെയുള്ള ഫൈറ്റ് നന്നായിട്ട് തന്നെ പെരുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പരസ്പരം നല്ല ഫൈറ്റിൽ തന്നെയായിരുന്നു. ഒരാൾക്ക് പോലും അവിടെ വിശ്രമിക്കാൻ ഒരു സെക്കൻഡ് പോലും ലഭിക്കുന്നില്ലായിരുന്നു. മുറുമലൻസ് എന്തായാലും അതേ തൊട്ട് വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ മോസ്റ്റേഴ്സ് എന്തായാലും അവരിപ്പോ നല്ല ഫൈറ്റിൽ തന്നെയാണ്. അത് അവനാണ്, പിടിച്ചു കിട്ടു. എന്നാൽ പിന്നെ കാണുന്നത് അവരുടെ തല അറുത്ത് കളയുന്ന നാംഗുൻ പെട്രേച്ചിനെയാണ്. ആദ്യം എത്രയും പെട്ടെന്ന് ഡിമോണിക്കളിന്റെ ഹെഡിനെ പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. അതായത് മുറുമലൻസിന്റെ ലീഡറാട്ടെ നമ്മുടെ സുപ്രീം സേബറിലെ ഇപ്പോഴത്തെ ടോപ്പായുള്ള ആ ഒരു മാർഷൽ ആർട്ടിസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നീ QA യൂസ് ചെയ്താണോ ഞാനോട്ട് ഫൈറ്റ് ചെയ്യുന്നത്? എങ്കിൽ നിനക്ക് തെറ്റിയ അലയൻസ് ലീഡർ. അടുത്ത സെക്കൻഡ് അവനൊരു അറ്റാക്ക് ചെയ്യും. അവിടെ ഉണ്ടെന്ന ആ ഒരു തറയൊക്കെ പൊട്ടി പൊളിയാനും തുടങ്ങി. പിന്നെ കാണുന്നത് അതെല്ലാം മുകളിലേക്ക് ഉയർന്നതാണ്. അത് കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. കാര്യം അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു അറ്റാക്ക് ചെയ്യും. അതെല്ലാം അവന്റെ നേരെ പാഞ്ഞ് വരുന്നുണ്ട്. ഇത് ശരിക്കും അമേസിംഗ് ഉള്ള ഒരു സ്കില്ല് തന്നെയാണ്. ആ ഓരോ പീസസും അത്രത്തോളം സ്ട്രെങ്തിലാണ് എന്നെ വന്ന് മുട്ടുന്നത്. പക്ഷെ അതെല്ലാം അവൻ നിസ്സാരമായി തന്നെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ റോക്സ് അവിടെ ഉണ്ടായിരുന്ന പല മുറുമലൻസിന്റെ സോൾജേഴ്സിനെ കൊല്ലുന്നുണ്ടായിരുന്നു. അത് ശരിക്കും അമേസിംഗ് ആണ്. ആ ഒരു മാർഷൽ ആർട്ട് ലെവൽ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചതും അപ്പുറം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഡിമോണിക് ലീഡറിനെ നമുക്ക് ഹെവൻ മാസ്റ്റർ എന്ത് വൈസ് പെട്രേച്ച് ഓഫ് ദി ടാങ്ക് താങ്കൾ എന്താണ് അവിടെ കാണിക്കുന്നത്? ഇത് ശരിക്കും ഡേഞ്ചറസ് ആണ്. ഗാർഡിയൻസ് ബാക്കിയുള്ളവരെല്ലാവരും മറ്റുള്ളവർ ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു ചാൻസ് ഉണ്ട്. അൺഓർത്തഡോക്സ് അലയൻസും ഇപ്പോൾ ഗാർഡിയൻ മാർഷൽ ആർട്ടിസ്റ്റോട് ഫൈറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഇപ്പോഴേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹെവൻ മാസ്റ്റർ, ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോളൂ. വൈസ് പെട്രേച്ച് താങ്കൾ ഇനി പെട്ടെന്നാണ് അവൻ പോക്കിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് എടുത്തത്. ഇത് ദി ഫോംലെസ് പോയ്സൺ ആണ്. ഇത് യൂസ് ചെയ്ത് ഞാൻ ഡിമോണിക്കൽ ലീഡറിനെ കൊല്ലാൻ പോകുകയാണ്. ദി ഫോംലെസ് പോയ്സൺ. ഷിൻചാൻ താങ് ക്ലാൻ. സത്യം പറഞ്ഞാൽ ഇവർ പോയ്സൺ ആർട്ടിൽ സെക്കൻഡ് സ്ഥാനത്താണ് ഉള്ളത്. അത് മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയ പോയ്സൺ ഒന്നായിരുന്നു ദി ഫോംലെസ് പോയ്സൺ. ഈ പോയ്സൺ അത്രത്തോളം ലീത്തലായിരുന്നു. കാര്യം ഇതിന് ടേസ്റ്റോ അങ്ങനത്തെ ഒന്നും തന്നെയില്ല. ഇതൊരാൾ തൊട്ട അടുത്ത സെക്കൻഡ് അവരുടെ ശരീരം ഉരുകി അവർ മരിക്കുന്നതാണ്. അതും 15 നിമിഷം കൊണ്ട്. അതുകൊണ്ട് തന്നെ മുറുമലൻസ് ഇത് ബാൻ ചെയ്തിരുന്നു. ഇതിന്റെ റെസിപ്പി അറിയാവുന്ന എല്ലാവരും ആ റെസിപ്പിയും ആ ബോട്ടിൽസും കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോ അതെല്ലാം ഡിസ്ട്രോ ആയില്ലായിരുന്നല്ലേ? വൈസ് പെട്രേച്ച് താങ്കൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു സുപ്രീം മാർഷൽ ഫിസിക് അച്ചീവ് ചെയ്തതിനു ശേഷം വേണ്ട, അത് ചിലപ്പോൾ വീണ്ടും താമസിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു നിമിഷത്തിൽ ഡിമോണിക്കൽ ലീഡർ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇതാണ് നമുക്ക് പറ്റിയ അവസരം. ഞാൻ ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത് ഇതിനെ കൊല്ലാൻ പോവുകയാണ്. താങ്കൾ കണ്ണു തുറന്ന് നോക്കിക്കോളൂ. അല്ല, എനിക്ക് എൻ്റെ അവസാന നിമിഷം താങ്കൾ കാണണം. പിന്നെ കാണുന്നത് അവ നേരെ മുകളിലേക്ക് ചാടി ചെല്ലുന്നതാണ്. ഇതേ സമയത്ത് പലരും അവിടെ ബിസിയായിരുന്നു. ദി മില്യൺ പോയ്സൺ മാൻ ടെക്നിക് അത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോമുലസ് ഉള്ള പോയ്സനെ എൻ്റെ ബോഡിയായിട്ട് എനിക്ക് കമ്പൈൻ ചെയ്തിട്ട് സാധിക്കും. ആൻഡ് അത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വളരെ സ്ട്രോങ് ഉള്ള മാർഷൽ ആർട്ടിസ്റ്റിനെ കൊല്ലാനും സാധിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഡിമോണിക്കുള്ള ആൾക്കാരെ എല്ലാം അവൻ കൊല്ലുകയും ചെയ്യും. പോയ്സൺ എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിൽ ഒരു ചീറ്റിംഗ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാങ്ക് ക്ലാൻ ചെയ്ത പലരും ഇവിടെ ആരും കാണാതെ പോയിട്ടുണ്ട്. അത് മാത്രം പോരല്ലോ എന്നുകൊണ്ട് അവൻ നേരെ നമ്മുടെ ഈൻ്റെ പുറകിൽ ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരുന്നു. ദി സുപ്രീം സേബർ ഞാൻ വിചാരിച്ചില്ല എന്നിട്ട് പിടിച്ചു നിപ്പോട് കുറച്ചു നേരം കൂടെ. എന്തായാലും ഇനി എനിക്ക് 5 അടി ദൂരം മാത്രമേ ഉള്ളൂ. ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് അവനതെടുത്ത് കുടിച്ചിട്ട് ആ കുപ്പി നേരെ നിലത്തേക്കിട്ടു. ഇത് എൻ്റെ ശരീരം, ഇത് ശരിക്കും ഹോറബിളാണ്. എൻ്റെ ശരീരം വലിച്ചു കീറുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷേ പിടിച്ചു നിൽക്ക്. ഡിമോണിക് കൾട്ടിൻ്റെ ലീഡറിനെ എനിക്ക് കൊല്ലേണ്ടതാണ്, ബ്ലൂ ഹെവൻ സൊസൈറ്റിക്ക് വേണ്ടി. അതിനുശേഷം വേദന കൊണ്ട് അവൻ കിടന്ന് അലറുകയായിരുന്നു.
ഡിമോണിക് കൾട്ട് ലീഡർ നീ ചോകടാൻ പറഞ്ഞിട്ട് അവരൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നാൽ ഇയോണല്ലേ അവൻ നിസ്സാരമായി അതെല്ലാം ബ്ലോക്ക് ചെയ്യും. നാശം, ഞങ്ങൾക്ക് അതിപ്പോ യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. ടാങ്ക് ലാൻഡ് ആ ഒരു വൈസ് പെട്രേച്ച് പുറകിൽ നിൽക്കുന്നത്. അവന്റെ ശരീരം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അല്ല, ക്യു ബ്ലേഡ് സെക്ടിന്റെ ആ ലീഡർ പറഞ്ഞ പോലെ ഒരുത്തനാണല്ലോ. അപ്പോ അവന്റെ അപ്പിയറൻസ് അവനെ തടയൂ, ഡീമനിലോട്ട് അടുത്തേക്ക് അവനെ വിടലെന്ന് പറഞ്ഞ് കുറച്ച് പേരോടേക്ക് ഓടി വരും. എന്നാൽ ഇത് കണ്ട് അവന് ദേഷ്യമായിട്ട് ഒരൊറ്റ അങ്ങോട്ട് ചെയ്യും. ആ സ്മോക്ക് പടരാനും തുടങ്ങി. അത് ആ ഒരു ഡിമോണിക്കളുടെ ആൾക്കാരുടെ ശരീരത്തെ കൊണ്ട് അടുത്ത സെക്കൻഡ് അവരുടെ ശരീരഭാഗങ്ങൾ ഉരുകി അവർ വെറും അസ്ഥികൂടമായി മാത്രം നിരത്തേക്ക് വീണ്. അത്രത്തോളം ലീത്തലുള്ള ഒരു പോയ്സൺ ആയിരുന്നു. അതെന്ത് ഡേഞ്ചറസ് ഉള്ള ഒരു പോയ്സണാണ്. അതവിടെയുള്ള എല്ലാത്തിനും തന്നെ ഉരുക്കി കളയുവാണ്. വൈസ് പെട്രേച്ച്, താങ്കൾ ചെല്ലു, താങ്കൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. താങ്കൾ പോയി ഒരു ഹീറോ ആയി മാറൂ. അത് പോയ്സണാണ്, ഡേഞ്ചറസ് ആണ്. അടുത്ത സെക്കൻഡിൽ തന്നെ പെട്ടെന്ന് അവനൊടുക്കി ചാടി വന്ന്, ഡിമോണിക് കൾട്ട് ലീഡർ, നിന്നെ ഞാൻ എന്റെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞാണ് അവൻ ചാടി വന്നത്. ഇതേ സമയം ഇവന്റെ ശരീരം പതുക്കെ ഉരുകാനായിട്ട് തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഇയോൺ അവന്റെ ടെലികൈനസിസ് യൂസ് ചെയ്ത് നേരെ മുകളിലേക്ക് പൊക്കിയെടുത്തു. എന്ത് വോയിഡ് ക്യാപ്ചറോ? അതിനർത്ഥം ഞങ്ങളുടെ ക്യൂ ഗ്യാപ്പ് അത് അത്രത്തോളം വലുതാണെന്നാണോ? അല്ല, അവന്റെ വൂൺസ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഹീലാകുന്നത്? ഇനി മറ്റു മാർഗമില്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്യണം പറഞ്ഞിട്ട് അവൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ 30 മീറ്റർ റേഡിയസിലുള്ള എല്ലാവരും തന്നെ ഈ പോയ്സൺ കാരണം മരിക്കും. ഇതാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇയോൺ ചിയോൺ പറഞ്ഞത്, നീ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുവാണോ? പക്ഷെ സമ്മതിച്ചിട്ട് വേണ്ടേ? വേണ്ട, ഇതെന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവനെ കംപ്ലീറ്റ്ലി ഐസ് ലിയോൺ പൊതിഞ്ഞിരുന്നു. അവന് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നരകത്തിലേക്കല്ലേ തൽക്കാലം നീ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. അവൻ നേരെ അവനെ തട്ടി പുറത്തേക്ക് തെറിപ്പിച്ചിട്ട് ആ ഒരു അറ്റാക്ക് കണ്ട് പൂർത്തിയാക്കും. പിന്നെ കാണുന്നത് ഒരു ഹ്യൂജ് ഉള്ള എക്സ്പ്ലോഷൻ ആണ്. വൈസ് പെട്രേച്ച് ആ ഒരു പോയ്സൺ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയല്ലോ. അവന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ? ഇത് ശരിക്കും പോയിന്റ്ലെസ് ആണല്ലോ. നീ പേടിക്കണ്ടടാ, അടുത്തത് നീയാണ്, ദി ഹെവൻസ് മോസ്റ്റർ നാംകുൻ. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. അവൻ എങ്ങനെയാണ് ഞാൻ ആരാണെന്ന് മനസ്സിലായത്? ഞാൻ നിന്നെ കണ്ടെത്തി, ഇവിടെ നിൽക്കുമായിരുന്നല്ലേ. ഡീമലോഡ് ശരിക്കും ഗ്രേറ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പേരുടെ നിന്നെ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന്. അത് മാത്രമല്ല, നിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്റെ പൊന്നുക്ക് ചിരി വന്നിട്ടുമില്ല. നീ ആരാണ്? ഞാനാണ് ഹിയോബോങ്ങോ? ഈ പേര് ഞാൻ കേട്ടിട്ട് പോലില്ലല്ലോ. ഇവൻ ഡിമോണിക്കളുടെ ആരെങ്കിലും ആണോ? അതിലുപരി ദ ഗ്രേറ്റ് ഹെവലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ ഡീമലോഡിന്റെ ആദ്യത്തെ ശിഷ്യനാണ് ഞാൻ. അത് മാത്രമല്ല, ഗാർഡിയൻ പാവിലിയനിലെ ഒരു മെമ്പർ കൂടിയാണ്. ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ആ സമയത്ത് ഹിയോബോങ്ങിന്റെ ആ ഒരു സോളിലേക്ക് തീ പടർന്നു കയറിയിരുന്നു. അവന്റെ ഫ്ലെയിം എനർജി അത് സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത്. ഇവനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആ പോയ്സൺ അത് ശരിക്കും ഡേഞ്ചറസ് ആയിരുന്നു. അതെങ്ങനെ ഇവിടെ സ്പ്രെഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും തന്നെ നടന്നു വരത്തില്ല. ഞാൻ വിചാരിച്ചത് അവൻ സക്സീഡ് ചെയ്യുമെന്നാണ്. പക്ഷേ ഇതെന്തൊരു നാണക്കേടാണ്. ഞങ്ങൾ തന്നെ നിന്നെ കൊല്ലേണ്ടി വരുമല്ലോടാ. അടുത്ത സെക്കൻഡ് അവൻ കാര്യം ചെയ്യും. ഓപ്പൺ ആറേ. അത് മാത്രമല്ല, ഔട്ട്ബ്രീഡ് പ്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല, കൗണ്ട്ലെസ് ആയുള്ള സെയിം ടെക്നിക്കാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവനൊരു ലൈഫ് ആൻഡ് ത്രില്ലത്തിലെ ഒരാളായതുകൊണ്ട് ഞങ്ങൾ ശരിക്കും നെർവസ് ആയിരുന്നു. പക്ഷേ ദി 7 സ്റ്റാർ അൾട്ടിമേറ്റ് ബ്ലേഡ് അറേ അത് ഈ ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. അവൻ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഒരേപോലെ ഇവിടെ ജോലി ചെയ്താൽ ഇവനൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദി ലൈഫ് ആൻഡ് ഡെത്ത് ത്രില്ലത്തിലെ മാർഷൽ ആർട്ടിസ്റ്റ് ഇൻവിൻസിബിൾ അല്ലല്ലേ? നീ ശരിക്കും സംസാരിക്കുവാണല്ലോ. നിന്നെ നരകത്തിലേക്ക് ഞങ്ങളായിരിക്കും അയക്കാൻ പോകുന്നത്. 7 മൂസ് കൂടാ അറി ഓപ്പൺ ചെയ്യൂ. അതെ, 7 മൂസ് കൂടാ. എന്ത് ഈ പറയുന്നത്? ആ സമയത്ത് അവരെല്ലാവരും ഇവന്റെ നേരെ ചാടി വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു സെയിം ടെക്നിക്ക് ഔട്ട്ബ്രീഡ് പ്ലാം അങ്ങോട്ട് യൂസ് ചെയ്യും. ഇവർ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നിക്കും സൈമിൾട്ടേനിയസ്ലി ആണല്ലോ. അത് മാത്രമല്ല, അവർ വിളിച്ചത് ഞാനോ ഈ ഒരു അൾട്ടിമേറ്റ് ബ്ലേഡ് അറേ അത് നീ സേവ് ചെയ്തല്ലോ. ബ്ലേഡ് അറേ എന്ന രീതിയിൽ പ്രൊജക്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇയോൺ അവന്മാർ ചെയ്ത അറ്റാക്ക് ഡോഡ് ചെയ്ത് നേരെ മുകളിലേക്ക് ചാടി. നീ ഓടി രക്ഷപ്പെടാൻ നോക്കുവാണോടാ വിട്ടി. ആ സമയത്ത് അവന്റെ കയ്യിലുണ്ടെന്ന വൈറ്റ് ഡ്രാഗനെ ഇയോണെടുത്ത് മാറ്റിയിട്ട് തന്റെ ഹെവലി ഡീമൺ സോഡിനെ ഇയോണെടുക്ക് സമൺ ചെയ്തു. പിന്നെ അവർ കണ്ടത് ലിറ്ററലി ഒരു മോൺസ്റ്ററിനെ ആയിരുന്നു. അവര് പേടിച്ച് വിറച്ച് അവിടെ നിന്നുപോയി. ആ ഒരു ഒറ്റ സെക്കൻഡ് അവരുടെ ശരീരത്തുണ്ടായിരുന്ന ഞരമ്പുകളിലൂടെ ഓടിയത് രക്തമല്ലായിരുന്നു, അത് ഇയോൺ ചെയ്യാനോടുള്ള ഭയമായിരുന്നു. ഭയം. പിന്നെ കാണുന്നത് ഇയോൺ തന്നെ 3 മാറുന്നതാണ്. എന്നിട്ട് പറയും ചെയ്യും, അതെ, ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട്
ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.